ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മളിന്ന് എടുക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ലെസ് കോണ്ടാക്റ്റ്, അതുപോലെ എൻഡായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു റീഡിംഗ് ആണ് എടുക്കുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തുമാത്രമാണ്, നെക്സ്റ്റ് പ്ലാൻ എന്താണ് അവരുടെ എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി മനസ്സിൽ കൊണ്ടുവരണം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യം മാത്രം എടുക്കുക, അല്ലാത്തൊക്കെ വിട്ടേക്കാം. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം നല്ല രീതിയിൽ ഇത് പോയിരുന്ന കണക്ഷനാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് വരണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ആലോചിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്, നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇതൊന്ന് മാറണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ മാറണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോയി യാതൊരു കണക്ഷനും ഇല്ലാത്ത സ്ഥിതിയിലൊക്കെയാണ് നിങ്ങളെങ്കിൽ ഇതിലൊരു മാറ്റം വരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പാഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ അവരുടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ മുമ്പിൽ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വ്യക്തികളാവാം, ഫാമിലി ആവാം, അല്ലെങ്കിൽ അവരുടെ കരിയർ ആവാം, അവരുടെ എന്തും ആവാം. അവർ ഉദ്ദേശിക്കുന്ന അവരുടെ സിറ്റുവേഷനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ കാര്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമാണ് അവർ കൂടുതലും ആലോചിക്കുന്നത്. എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവരുടെ സിറ്റുവേഷനിൽ അവരൊരു ട്രാപ്പിൽപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അവർ എന്ത് സിറ്റുവേഷനിലാണോ ഉള്ളത്, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏത് സിറ്റുവേഷനിലായിട്ടാണെങ്കിലും അവിടെ ഒരു ട്രാപ്പിൽ പെട്ടതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ അവരുടെ പഠിത്തത്തിനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇത് ജനറലാണ്, ഒരുപാട് പേരുടെ എനർജി ഉണ്ട്. അപ്പോൾ ചില പേർക്ക് പഠിത്തം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കിട്ടിയ ശേഷമായിരിക്കാം ഇത് നിങ്ങളിലേക്ക് ഇത് വരേണ്ട ഒരു ചിന്താഗതിയും കാര്യങ്ങൾ, അതുമായിട്ടൊക്കെ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടാവാം. ഫാമിലി ചിലപ്പോൾ പറയുന്നുണ്ടാവാം, ഫാമിലി ചിലപ്പോൾ എതിർക്കുന്നുണ്ടാവാം. ആ ഒരു പേടി കൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം, ഭയം ഉണ്ടാവാം. അപ്പം അങ്ങനെ പല പല സിറ്റുവേഷൻ, ചില വ്യക്തികൾ ട്രാപ്പിൽപ്പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന ഫാമിലിയിലും പിന്നെ ഈ പറയുന്ന അവരുടെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ പെട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടാവില്ല. കാരണം ഒരുപാട് ആ ഒരു ചില സാഹചര്യത്തിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളായിരിക്കാം, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തുവാകും, ചില വ്യക്തികളെ കൊണ്ട് ഡിസിഷൻ എടുക്കാത്ത സിറ്റുവേഷൻ ആയിട്ടുണ്ടാവാം, ചില ഫാമിലിയെ കൊണ്ട് ഡിസിഷൻ എടുക്കാത്ത സിറ്റുവേഷൻ ആയിട്ടുണ്ടാവാം. അപ്പോൾ സിറ്റുവേഷൻ എന്ത് തന്നെയാവാം, അതൊരു തരത്തിലും നിങ്ങളിലേക്ക് വരാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലേക്ക് അവർക്ക് ഫോക്കസ് കൊടുക്കേണ്ടി വരുന്നുണ്ടാവാം കൂടുതലും. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തൊരവസ്ഥ, അവിടെയൊക്കെ നെഗറ്റീവ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ശരിക്കും അതാണ് കാണുന്നത്.
പക്ഷേ ഇവിടെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയായിരിക്കണം ചിലപ്പോൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതൊരു നോ കോണ്ടാക്റ്റ് ആയത് നിങ്ങളുടെ വ്യക്തി തന്നെ ആയിരിക്കാം, നിങ്ങളുടെ വ്യക്തി സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയായാലും ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് പോയതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തി തന്നെയാണ് നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സ്പിരിച്വൽ കണക്ഷൻ ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വലായിട്ട് കണക്റ്റ് ഉള്ള വ്യക്തി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. കൂടുതലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ഉള്ള റിലേഷൻഷിപ്പായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് മാരേജിലൊക്കെ എത്തി നിൽക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കണക്ഷന് നിങ്ങളുടെ വ്യക്തി ഈ സാഹചര്യത്തിൽ കൂടുതലും അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കാസ്റ്റ് ഡിഫറൻസ് ഉള്ള ആൾക്കാരായിരിക്കാം. അതുപോലെ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പല എല്ലാ കാര്യത്തിലും ഡിഫറൻസ് ഉള്ള ആൾക്കാരായിരിക്കാം. എല്ലാ കാര്യത്തിലും ഇതിലും നിങ്ങൾ പരസ്പരം ഒരുപാട് ഫിനാൻഷ്യലി ആയാലും എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒരുപാട് ഡിഫറൻസ് ഉള്ള ആൾക്കാരായിരിക്കാം. അതുപോലെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നിങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ മനസ്സിൽ നല്ല ഉറപ്പുണ്ട് ഇതിനൊരു ചേഞ്ച് വരും, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നല്ലൊരു മാറ്റം വരും, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ മാറും, അല്ലെങ്കിൽ ഈ കണക്ഷനിൽ നിങ്ങളെ അവർക്കൊരിക്കലും നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല, നിങ്ങൾ അവർക്ക് തന്നെ തിരിച്ച് കിട്ടും എന്നുള്ള നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊരു ഉത്തമ ബോധ്യം ഉണ്ട്. ഇപ്പോഴല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറുമെന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതും അവർ ചിന്തിക്കുന്നതും അങ്ങനെയാണ്. അവരുടെ വിശ്വാസം അത് തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം 7 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അതായത് ചില സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് ഓടി ഒളിച്ച വ്യക്തിയായിരിക്കാം, ചില സാഹചര്യത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, ചില സാഹചര്യത്തിൽ നിങ്ങൾക്കതൊരു ചീറ്റിംഗ് എനർജി ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. എങ്ങനെ ആയാലും ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അത്രത്തോളം സ്നേഹം ഉള്ളിലുണ്ടായിട്ടും അവർക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ അത് നിങ്ങൾക്കറിയാമായിരിക്കാം. ഒരുപാട് ഒരുപാട് സ്നേഹം തന്ന ഒരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒത്തിരിയേറെ നിങ്ങളെ കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് വാല്യൂ തന്ന നിങ്ങളുടെ വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങളെ ഒരു പാരൻസിനെ പോലെ സ്നേഹിച്ച ഒരു വ്യക്തി തന്നെയാണ്. എന്നിട്ട് പോലും നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്റ്റ് വരാൻ കാരണം അവരുടെ സാഹചര്യമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ സിറ്റുവേഷൻ അതാണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ട് നിങ്ങൾക്കിടയിൽ, പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ട് നിങ്ങളുടെ വ്യക്തി തന്നെ ഇപ്പോൾ പോലും അവർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ പിണക്കേണ്ടി വരും, ഒരുപാട് സഹിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ അതാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കും അവർക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തതും. പക്ഷെ എന്നിരുന്നാലും ഇവിടെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നിട്ടെങ്കിലും, അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് അവരാഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്നൊന്ന് വിട്ട് മാറണം, അല്ലെങ്കിൽ വിട്ട് മാറി ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഒരുപാട് നിങ്ങളും ഒത്ത് ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ഈ ഒരു കണക്ഷൻ അവസാനിക്കണം, അല്ലെങ്കിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വീണ്ടും നിങ്ങൾ ഒരുമിച്ച് ചേരണമെന്ന് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്താണ് അവരൊരുപാട് ആഗ്രഹിച്ച ഒരു കണക്ഷനാണ് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു കണക്ഷൻ തന്നെയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതിൽ നിന്നും കാർഡ്സ് എടുത്തിട്ട്. എന്താണ് അവരുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ഇഷ്ടത്തിന് യാതൊരു കുറവുമില്ല,
ഇപ്പോഴും നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ വ്യക്തി മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത്രത്തോളം ഫീലിങ്സും സ്നേഹവും എല്ലാം അടക്കി പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ഫ്രണ്ട്സിനോടൊപ്പം, അപ്പോൾ അവരിപ്പോൾ സന്തോഷിക്കുന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവാം. ഫോട്ടോസിലൊക്കെ അവർ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ മറ്റെന്തിലേക്കോ അവരെ കാണുന്നുണ്ടാവും. ഈ സമയത്ത് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടും ഫ്രണ്ട്സിനൊപ്പം കറങ്ങുന്നതായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ അവർ സ്റ്റാറ്റസ് ഇടുന്നതായിട്ടും. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഇവരെ കാണുന്നുണ്ടെങ്കിൽ അവരുള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളാണ് കേട്ടോ. അവർ എങ്ങനെ മുന്നോട്ട് അവർ ഹാപ്പിനെസ്സിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളെ തന്നെയാണ് അവർ കാണുന്നത്. ഇവിടെ ദി ഫൂൾ വീണ്ടും വന്നിരിക്കുന്നുണ്ട്. പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഒരു ജീവിതം നിങ്ങളുമായിട്ട് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിവാഹം, ഒരു പുതിയൊരു മുന്നോട്ട് നിങ്ങളുമായിട്ട് തന്നെ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. 8 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് ഈ വ്യക്തി ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളോടൊപ്പം മുന്നോട്ട് ജീവിതം ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ്. അല്ലെ അത്രത്തോളം സ്വപ്നങ്ങളുള്ള ഒരു കണക്ഷൻ തന്നെയായിരുന്നു ഇത്. അല്ലെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർത്ത ഒരുപാട് സ്വപ്നങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്ന ഒരു കണക്ഷൻ തന്നെയാണ്. അല്ലെ അത്രത്തോളം നിങ്ങൾ കൊണ്ട് നടന്ന ഒരു ബന്ധമാണ് എന്നതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴും ഇവിടെയും വന്നിട്ടുണ്ട് 2 ഓഫ് വാൺസിൻ്റെ എനർജി. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഒരു ആക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കണം, ഇതിലൊരു ചേഞ്ച് വരണം, ഇതിനൊരു ആക്ഷൻ എടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ആലോചിക്കുന്നുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിന് ഒരു ആക്ഷൻ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊരു തുടക്കം നിങ്ങളുടെ വ്യക്തി എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ മുന്നോട്ട് വരും എന്ന് നമ്മൾക്ക് കാണാൻ. അപ്പോൾ ഇവിടെ എല്ലാത്തിനും ഒരു സ്റ്റക്കാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലും നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഈ വ്യക്തി തന്നെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതേ കാർഡ് തന്നെയാണ് വന്നത് കേട്ടോ. ഏസ് ഓഫ് ഷോർട്സിൻ്റെ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇതിനൊരു ആക്ഷൻ എടുക്കും, ഇതിനൊരു തുടക്കം കുറിക്കും, ഇത് മുന്നോട്ട് കൊണ്ടുവരും എന്ന് തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നതും 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു ഫാമിലി പോലെ കൊണ്ട് നടന്ന ഒരു കണക്ഷൻ ആയിരിക്കാം. ഒരു 10 ഓഫ് പെൻറ്റിക്കിൾസ് എന്നെല്ലാം പറയുമ്പോൾ അത്രത്തോളം നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ആ ഒരു കണക്ഷൻ വീണ്ടെടുക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. പുതിയൊരു എല്ലാം മറന്ന് അവർ ആക്ഷൻ എടുക്കും നിങ്ങളുടെ കാര്യത്തിൽ. കാരണം നമുക്കിവിടെ 2 കാർഡ് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയും അതുപോലെ ഏസ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയും. ഇതിലൊരു തീരുമാനം ആയിട്ട് അവർ വരും. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതാണ്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും അവർ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ടാവും അവർ ഫുൾ ഹാപ്പിയാണ്, അവർക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങളെ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷനും ഇല്ല, അവർ അവരുടേതായ ലൈഫിലാണ്, അവർ എൻജോയ് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് അവരുടെ ഫോട്ടോ കാണുമ്പോൾ തോന്നാനില്ല. പക്ഷെ ഇവിടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് പോകണം. പക്ഷേ ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സും സ്നേഹമൊക്കെ അതേപടി തന്നെയുണ്ട്. അതിൽ നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഈ ഒരു കണക്ഷനിൽ തീർച്ചയായിട്ടും ചേഞ്ച് വരും, തീർച്ചയായിട്ടും ഒരു മാറ്റം വരും എന്ന് തന്നെയാണ് കാണുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഈ ഒരു സ്റ്റക്നെസ് ഒക്കെ മാറിക്കിട്ടും. ഫാമിലി ഒക്കെ ശരിയായിട്ട് വരും. കാരണം 10 പെൻറ്റിക്കിൾസ് ആണ്. ഫാമിലി എതിർത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്, വിവാഹത്തിനൊക്കെ തടസ്സമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഫാമിലി ശരിയായി വരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഫാമിലി ഒരുമിച്ച് ഓക്കെ ആയി വരും നിങ്ങളുടെ കാര്യത്തിൽ കേട്ടോ. അപ്പം അങ്ങനെയുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണെങ്കിലും ശരി, ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി എന്ത് തന്നെ റിലേഷൻഷിപ്പ് ആയാലും ശരി,
നിങ്ങളുടെ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് ആക്ഷൻ എടുത്ത് വരും. അവർക്ക് ചില സാഹചര്യത്തിൽ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ചില സാഹചര്യത്തിൽ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം, ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാം. മറ്റൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് തടസ്സമെങ്കിൽ ആ ഒരു തടസ്സത്തിനെ അതിജീവിച്ച് ആ ഒരു തടസ്സം ആ ഒരു വ്യക്തിയാണ്, മറ്റ് റിലേഷൻഷിപ്പുള്ള ചില ആൾക്കാരുണ്ടാവും ഇതിൽ. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കൊരു തടസ്സമെങ്കിൽ, മറ്റൊരു തേർഡ് പാർട്ടി ആയിട്ട് റിലേഷൻഷിപ്പാണ് ഒരു തടസ്സമെങ്കിൽ ആ തടസ്സത്തെ അതിജീവിച്ച് അല്ലെങ്കിൽ ആ ഒരു തടസ്സം മാറ്റിയിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരുന്ന ഒരു എനർജി കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജനറലാണ്, എല്ലാ തരത്തിലും നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും. അതിപ്പോൾ അവരുടെ ചില സാഹചര്യത്തിൽ പഠിത്തത്തിനൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം, പഠനകാര്യത്തിലൊക്കെ കൂടുതൽ ഈ സമയത്ത് പഠനകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുത്ത് നിങ്ങളിലേക്ക് അങ്ങനെയായിട്ട് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ചില പ്രോബ്ലംസൊക്കെ വന്നിട്ട് പേടിച്ചിട്ടൊക്കെ നിങ്ങളിലേക്ക് വരാതിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും അതൊക്കെ മാറിക്കിട്ടും. വ്യക്തി നിങ്ങളില്ലാതെ മുന്നോട്ട് ഇല്ല. കാരണം അവരുടെ മനസ്സിൽ അവരെങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവരവരുടെ കരിയർ അവരുടെ സിറ്റുവേഷനിൽ ഫോക്കസ് കൊടുക്കുന്ന സമയത്തും അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സാണ്, അല്ലെങ്കിൽ നിങ്ങളെയാണ് കൂടുതലും അവരുടെ മനസ്സിൽ വരുന്നത്, കയറിക്കൂടുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഇവിടെ അതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം അവർ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തന്നെ ഇതിനൊരു ആക്ഷൻ എടുക്കും. നിങ്ങളുടെ വ്യക്തി തന്നെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് കുറച്ച് ക്ലോസ് നമുക്ക് എടുത്തു നോക്കാം. എബ്രോഡ് ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം. പത്തനംതിട്ട, കാസർഗോഡ് കണ്ണിന് പ്രത്യേക ഭംഗിയുള്ള ആൾക്കാരായിരിക്കാം. രോഹിണി നക്ഷത്രം, ഡിസംബർ മാസം. ലെറ്റർ ടി ആണ്, ലെറ്റർ സെഡ് ആണ്, ലെറ്റർ സി ആണ്, ലെറ്റർ ഡബ്ല്യു ആണ്. മാർച്ച് മാസം. ലെറ്റർ ഒ ആണ്. പൂരുരുട്ടാതി നക്ഷത്രം, ഭരണി നക്ഷത്രം. ലെറ്റർ കെ, ലെറ്റർ എച്ച് കേട്ടോ. റെഡ് കളർ. പുണർത്തം നക്ഷത്രം, പാലക്കാട്. മിറാക്കിൾസ് സംഭവിക്കും. യു എന്ന് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ യു. ചോതി നക്ഷത്രം, വൈറ്റ് കളർ. പിങ്ക് കളർ. എക്സ്, ലെറ്റർ എക്സ്. യെല്ലോ കളർ. 5 എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്പർ 5 ആണ്. സെപ്റ്റംബർ ഉത്രട്ടാതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്